ഒരു കാര്യം തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ അപ്പോൾ തന്നെ തിരിഞ്ഞു നടക്കണം. ഒരിക്കൽ അലക്സാണ്ടർ ചക്രവർത്തി ഗ്രീസിലെത്തിയപ്പോൾ ജനങ്ങളെല്ലാം ചുറ്റും കൂടി. എല്ലാവരും ചക്രവർത്തിയെ വാനോളം പുകഴ്ത്തി. എന്നാൽ ഗ്രീക്ക് തത്വചിന്തകനായ ഡയോജനീസ് മാത്രം ചക്രവർത്തിയെ പുകഴ്ത്തിയില്ല. അദ്ദേഹത്തിന് ചക്രവർത്തിയുടെ അധികാരമോഹത്തോടും സ്വത്ത് സമ്പാദന രീതിയോടും എതിർപ്പുണ്ടായിരുന്നു. അദ്ദേഹം അത് പരസ്യമായി പറയുകയും ചെയ്തു. അലക്സാണ്ടർ ചക്രവർത്തി ഡയോജനീസിനെ ചെന്നു കണ്ടു. ചക്രവർത്തി ഡയോജനീസിനോട് ചോദിച്ചു, ഞാൻ എന്താണ് താങ്കൾക്ക് ചെയ്തു തരേണ്ടത്? ഒട്ടും കൂസാതെ ഡയോജനീസ് പറഞ്ഞു, നിങ്ങളുടെ നിഴൽ കാരണം എൻ്റെ വെളിച്ചം തടസ്സപ്പെടുന്നു. മുന്നിൽ നിന്നും മാറി നിൽക്ക്. ആ കൂസലില്ലായ്മയും മറുപടിയും അലക്സാണ്ടർ ചക്രവർത്തിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, അടുത്ത ജന്മത്തിൽ ആരാകണമെന്ന് ദൈവം എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, എനിക്ക് അലക്സാണ്ടർ ആവണമെന്നില്ല, ഡയോജനീസ് ആയാൽ മതി എന്ന്. ഡയോജനീസ് പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു, അതിന് നിങ്ങൾ അടുത്ത ജന്മം വരെ കാത്തിരിക്കണമെന്നില്ല. എല്ലാം വെട്ടിപ്പിടിക്കണമെന്ന നിങ്ങളുടെ ആഗ്രഹം ഉപേക്ഷിച്ചാൽ ഈ ജന്മത്തിൽ തന്നെ അങ്ങനെ ആവാം. എന്നാൽ അലക്സാണ്ടർ പറഞ്ഞു, എനിക്ക് ലോകം കീഴടക്കണം, എല്ലാം വെട്ടിപ്പിടിക്കണമെന്നുള്ള ഭ്രാന്തമായ ആവേശമുണ്ട്. അതിനൊരു ശമനമുണ്ടാകുമ്പോൾ ഞാൻ താങ്കളുടെ അടുത്തെത്താം. അതിന് ഡയോജനീസ് പറഞ്ഞ മറുപടി ശ്രദ്ധേയമാണ്. നമുക്കൊരു കാര്യം തെറ്റാണെന്ന് ബോധ്യം വന്നാൽ അപ്പോൾ തന്നെ അവിടെ നിന്നും തിരികെ നടക്കണം. അങ്ങനെ നടന്നില്ലെങ്കിൽ പിന്നീട് അതിനുള്ള അവസരം കിട്ടിയില്ലെന്ന് വരും. അലക്സാണ്ടർ അവിടെ നിന്നും പോയെങ്കിലും പിന്നീട് ഡയോജനീസിനെ തേടി എത്തിയതേയില്ല. ലോകം വെട്ടിപ്പിടിച്ച അഹന്തയുടെ ആഘോഷങ്ങൾക്കൊടുവിൽ അലക്സാണ്ടർ ചക്രവർത്തി മരണപ്പെട്ടു. തെറ്റുകളിൽ നിന്നും ദുരാഗ്രഹങ്ങളിൽ നിന്നുമുള്ള പിൻവാങ്ങൽ ഒരു പരാജയമല്ല. തെറ്റാണെന്നറിഞ്ഞിട്ടും നാം തുടരുന്ന യാത്രകൾ ആപൽക്കരം തന്നെയാണ്. അടുത്ത ചുവട് കുഴിയിലേക്കാണെന്നറിഞ്ഞിട്ടും നാം പിൻവാങ്ങുന്നില്ലെങ്കിൽ പിന്നീട് നമ്മെ രക്ഷിക്കാൻ ആർക്കും തന്നെ സാധിച്ചെന്നു വരില്ല.